ഹായ് ഹലോ എല്ലാവർക്കും ഒരു പുതിയ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സജിത് കൃഷ്ണ. നമ്മൾ ഇന്ന് കുറച്ച് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ട്രിക്കി ആയിട്ട് ചോദിക്കുന്ന PSCക്ക് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു 10ഓളം ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് പഠിക്കാം. അറിയുന്നവരാണെങ്കിൽ ഒരു റിവിഷനായിട്ട് എടുക്കുക, അറിയാത്തവരാണെങ്കിൽ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. ഓക്കെ, സോ അതിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ സ്റ്റഡീസൊക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. എക്സാമുകളൊക്കെ ഇതേ ആവാനായി, ഡേറ്റൊക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും എന്ത് ചെയ്യുക, പഠിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ബി സീരിയസ്, കുറച്ചുകൂടെ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സാഹചര്യങ്ങളെ പഴിചാരിക്കൊണ്ട് ഒരിക്കലും മുന്നേറരുത്. സാഹചര്യങ്ങൾ എന്നും നമുക്ക് അനുകൂലമായി വരണമെന്നില്ല. ഓക്കെ, സാഹചര്യം വരുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റി വരണമെന്നുമില്ല. അപ്പോൾ നിലവിൽ എന്ത് സാഹചര്യമാണെങ്കിലും അത് സംഭവം നിങ്ങൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്യുക. നിങ്ങളുടെ പൊട്ടൻഷ്യൽ പരമാവധി പുറത്തെടുക്കേണ്ട സമയം ഇപ്പോഴാണ്. ഓക്കെ, അല്ലാതെ നാളെ എന്ത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരുമ്പോഴും സമയമൊക്കെ കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അന്ന് നിങ്ങൾക്ക് മുമ്പിൽ എക്സാം ഇല്ലെങ്കിലോ, അല്ലേ? അപ്പോൾ എക്സാം വരുന്ന സമയത്ത് സാഹചര്യങ്ങളെ പഴിചാരാതെ എങ്ങനെയെങ്കിലും അത് മറികടന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഉറപ്പായിട്ടും അത് കാണും. നിങ്ങൾക്കുള്ള കൂലി അവിടെ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ഓഫ് കേരളയുടെ ടാഗ് നിങ്ങൾക്ക് കഴുത്തിലിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷം സർവീസിൽ കയറി, അല്ലേ, അവിടെ സൈൻ ചെയ്ത് 1-ാം തീയതി ശമ്പളം വാങ്ങിച്ച് നല്ല ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് വെച്ച് കാറ് വാങ്ങി, അല്ലേ, കല്യാണം കഴിച്ച് നിങ്ങൾ സൊസൈറ്റിയിൽ നല്ലൊരു പ്രിവിലേജോടുകൂടി നാലാൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അത് നേടിയെടുക്കാൻ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് പരമാവധി നിങ്ങൾ ചെയ്യുക. ഓക്കെ, പഠനത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാതെ, പല പല കാര്യങ്ങളിൽ ചെന്ന് തലയിടാതെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബർത്ത്ഡേ വിളിക്കും, കല്യാണം വിളിക്കും, പലതരത്തിലുള്ള ആക്ടിവിറ്റീസിന് വിളിക്കും, അതിനൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, പോവരുത്. കാരണം നിങ്ങൾ പോയില്ലെങ്കിലും അതെല്ലാം നടക്കും, അല്ലേ? നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പരിപാടികളെല്ലാം നടക്കും. പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സമയം കളഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോകുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് പോകുമ്പോൾ നമ്മളൊന്നും ആയിരിക്കില്ല. കാരണം നമ്മൾ വെറും പഠിക്കുന്ന കുട്ടികൾ മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പോയാൽ പ്രത്യേകിച്ച് വലിയ വിലയൊന്നും കിട്ടില്ല. നാളെ നിങ്ങൾ നല്ലൊരു ഗവൺമെൻറ് സെർവൻ്റ് ആയിട്ടാണ് ഈ വക പ്രോഗ്രാംസിനെ വിളിക്കുമ്പോൾ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സോ വിലകെട്ടവനായിട്ട് പോകണോ അതോ നല്ല വില കിട്ടുന്നിടത്തേക്ക് പോകണോ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ചിന്തിക്കുക. സോ ഞാൻ പറഞ്ഞ പോലെ പഠനം എന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. നെഗറ്റീവ് അടിക്കുകയേ വേണ്ട. നിങ്ങൾ പോകുന്നത് കറക്റ്റ് ട്രാക്കിലാണ്. പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുക, പഠനത്തെ കാണുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നേറുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആദ്യമേ ഒരു വിജയാശംസകൾ നൽകിക്കൊണ്ട് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സാണ്. കുറച്ച് പേര് ഇംഗ്ലീഷ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. അറിയുമെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് ആൻസർ ചെയ്ത് പോവുക, അല്ലാത്തവരെന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ശാലിനി ഈസ് ഡാഷ് ദാൻ ബ്രേവ് എന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഡാഷ് കാണുന്നുണ്ട്, അതിനുശേഷം എന്ത് കാണുന്നുണ്ട്, ദാൻ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ്, ഇതൊരു കമ്പാരിറ്റീവ് ഡിഗ്രി വെക്കേണ്ട ഉത്തരമാണ്, അല്ലേ? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി പഠിക്കാനുണ്ട്, അല്ലേ? സ്വാഭാവികമായിട്ടും ഡാഷ് കഴിഞ്ഞ് ദാൻ കണ്ടാൽ അവിടെ എന്ത് ഉത്തരമാണ് നമ്മൾ ഫില്ല് ചെയ്യാറുള്ളത്, കമ്പാരിറ്റീവ് ഡിഗ്രി. എങ്ങനെയാണ് കമ്പാരിറ്റീവ് ഡിഗ്രി കാണാറുള്ളത്? ഒരു വാക്കിൻ്റെ കൂടെ ER ചേർന്ന് വരുന്നത്, അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കണം? വൈസർ എന്നാണെങ്കിൽ ഉത്തരം തെറ്റാണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് മോർ വൈസാണ്. മോർ വൈസാണ്. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞുതരാം. ഇവിടെ ശാലിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണുള്ളത്. ഒരു വ്യക്തിയുടെ 2 ഗുണങ്ങളെക്കുറിച്ചാണ് ഈ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. വൈസ് എന്നാൽ ബുദ്ധി, ബ്രേവ് എന്നാൽ ധൈര്യം. അപ്പോൾ ഒരു വ്യക്തിയുടെ 2 ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഒരു സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ കമ്പാരിറ്റീവ് ഫോമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് മോർ വെച്ച് വരുന്ന ഉത്തരമായിരിക്കണം, അല്ലാതെ ER അല്ല. പറഞ്ഞത് മനസ്സിലായോ? 2 വ്യക്തികളാണെങ്കിൽ ER വെക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വ്യക്തിയുടെ 2 ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ 2 ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മോർ വെച്ച് വരുന്ന ഉത്തരമാണ് വെക്കേണ്ടത്. ഇത് ഒരുപാട് പേരുടെ നെഗറ്റീവ് അടിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചാടി കയറി ഡാഷ് കഴിഞ്ഞ് ദാൻ കണ്ടു എന്ന് പറഞ്ഞ് ER അടിച്ച് സന്തോഷിച്ച് വരരുത്. വീട്ടിൽ വരുന്ന സമയത്ത് തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, മോർ വൈസാണ് വെക്കേണ്ടത്. മോർ വരുന്ന, നാളെ ഏതെങ്കിലും ചോദ്യത്തിൽ ഇതുപോലെ തരുന്ന സമയത്ത് മോർ വരുന്ന ഓപ്ഷൻ നോക്കി വെക്കുക. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കൂ, ചോദ്യം നോക്കൂ. മൈ ബ്രദേഴ്സ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഡാഷ് ദാൻ മൈൻ.
ഇവിടെയും നോക്കൂ, ഡാഷ് കാണുന്നുണ്ട്, ദാൻ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതും ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. ഇവിടെ എത്ര ആളുകളുണ്ടെന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ ബ്രദറും ഉണ്ട്, മൈനും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? 2 വ്യക്തികളുണ്ട്. ഒരു വ്യക്തിയുടെ 2 കഴിവല്ല ഈ ചോദ്യം. ഇത് 2 വ്യക്തികളുണ്ട്. അതിൽ മൈ ബ്രദേഴ്സ് ഹാൻഡ് റൈറ്റിംഗ് അല്ലേ, ബ്രദറിൻ്റെയും നമ്മുടെയും ഹാൻഡ് റൈറ്റിംഗ് തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നോർമൽ കമ്പാരിറ്റീവ് ഫോം വെച്ചാൽ മതി. ബാഡ് ഒരു കമ്പാരിറ്റീവ് ഫോം ആണോ? അല്ല. ബാഡർ എന്ന് പറയുന്നൊരു വാക്കുമില്ല. ദ വേഴ്സ് എന്ന് പറയാറില്ല. പിന്നെ ഏതായിരിക്കും ഉത്തരം? വേഴ്സ് എന്നതാണ് ഇവിടുത്തെ ഉത്തരം. അതായത് ബാഡ് എന്ന വാക്കിൻ്റെ, ബാഡ് ഒരു പോസിറ്റീവ് ഡിഗ്രി ആണ്. ബാഡ് എന്ന വാക്കിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഏതെന്ന് ചോദിച്ചാൽ വേഴ്സ് ആണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ചോദിച്ചാൽ അത് വേഴ്സ്റ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഏതാ വേണ്ടത്? കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ ഏതാ ഉത്തരം വരിക? വേഴ്സ് ആണ്. സോ ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്, ആ 3 രൂപങ്ങളും കൂടി പഠിച്ചു വെക്കുക. സോ ഈ 2 ചോദ്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. ഒരു വ്യക്തിയുടെ 2 ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ മോർ വെച്ച് ഉത്തരം എഴുതുക. 2 വ്യക്തികളെ തമ്മിൽ നോർമൽ കമ്പാരിസൺ നടത്തിയാൽ നോർമൽ കമ്പാരിറ്റീവ് ഡിഗ്രി വയ്ക്കുക. ഈ 2 ചോദ്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ. സോ അടുത്ത ചോദ്യം നോക്കൂ. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. PSCയുടെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. വുഡ് യു മൈൻഡ് എന്ന് കണ്ടാലും ഡു യു മൈൻഡ് എന്ന് കണ്ടാലും അത് കഴിഞ്ഞിട്ട് ഡാഷ് ഉണ്ടെങ്കിൽ എന്തുത്തരമാണ് നിങ്ങൾ ഫില്ല് ചെയ്യുക? ആൻസർ പറഞ്ഞേ. യെസ്, ഏതായിരിക്കും ഉത്തരം ഫില്ല് ചെയ്യുക? ING വരുന്ന ഉത്തരമാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ വുഡ് യു മൈൻഡിന് ശേഷവും ഡു യു മൈൻഡിന് ശേഷവും ഡാഷ് ഇട്ടാൽ, അത് കഴിഞ്ഞ് ഉടനെ ഡാഷ് വന്നാൽ നിങ്ങൾ അവിടെ എന്ത് ഉത്തരം ഫില്ല് ചെയ്യണം? ING വരുന്ന ഉത്തരമാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ക്ലോസിംഗ് എന്നാണ്. ക്ലിയർ ആയോ? എന്നാൽ അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. വുഡ് യു മൈൻഡ് ഉണ്ട്. വുഡ് യു മൈൻഡ് കൊണ്ടും ഡു യു മൈൻഡ് കൊണ്ടും ആരംഭിക്കുന്നു. ഡാഷ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പിൽ ഈ ഒരു വ്യക്തി ഉണ്ടോ, ഈ ഒരു സബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഐ മാത്രമല്ല, ഹിയോ, ഷിയോ, വിയോ, ദേയോ, അയ്യോ, എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾ ചാടിക്കയറി ING ആൻസർ ചെയ്യരുത്. അപ്പോൾ ഉത്തരം മാറും. V2 ആണ് വരിക. വെർബിൻ്റെ 2ാമത്തെ രൂപം അല്ലെങ്കിൽ പാസ്റ്റ് രൂപമാണ് വെക്കേണ്ടത്. ക്ലിയർ ആയോ? സോ വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് കഴിഞ്ഞുടനെ ഡാഷ് ഉണ്ടെങ്കിൽ ING ഉള്ള ഉത്തരം ഫില്ല് ചെയ്യുക. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് കാണുന്നുണ്ട്, പക്ഷേ ഡാഷിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് കാണുന്നുണ്ടെങ്കിൽ, ഹിയോ, ഷിയോ, ഇറ്റോ, അയ്യോ, എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കാണുന്നുണ്ടെങ്കിൽ അവിടെയും ING അല്ല ഉത്തരം. അവിടെ വെക്കേണ്ടത് V2 ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മാറിപ്പോവാതെ പഠിക്കുക. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് ING. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് പ്ലസ് സബ്ജക്റ്റ് ആണെങ്കിൽ V2. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത 3ാമത്തെ ചോദ്യം നോക്കൂ. രാജു ആൻഡ് രാധ ആർ മൈ ഫ്രണ്ട്സ്. ദ ഫോർമർ ഈസ് എ ഡോക്ടർ ബട്ട് ദ ഡാഷ് ഈസ് എ ടീച്ചർ. ഇതെന്താ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ 2 ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രാജു ആൻഡ് രാധ നല്ല ഫ്രണ്ട്സ് ആണ്. അതിൽ ഫോർമർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ വ്യക്തി, അതായത് രാജു എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഡോക്ടറാണ്. അപ്പോൾ രാധയെക്കുറിച്ചായിരിക്കണം അടുത്തത് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടാവേണ്ടത്. സോ ഇവിടെ ശ്രദ്ധിക്കുക. പലതരത്തിലുള്ള ലേറ്റർ, ലേറ്റസ്റ്റ്, ലാസ്റ്റ് പോലുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ട കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് 2ാമത്തെ അല്ലെങ്കിൽ 2ാമത്തെ ആൾ എന്നൊരു ആൻസറാണ് കിട്ടേണ്ടത്. സോ 2ാമത്തെ ആൾ എന്ന ഉത്തരം കിട്ടണമെങ്കിൽ എത്ര T ഉള്ള ഉത്തരം വെക്കണം? 2 T ഉള്ള ലേറ്റർ വെക്കണം. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ലേറ്റർ എന്നതാണ്. മനസ്സിലായോ? 2 ഫോർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വ്യക്തി, ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ വ്യക്തി. അതിൽ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. LATTER ആണ് 2ാമത്തെ അല്ലെങ്കിൽ 2ാമത്തെ ആൾ എന്ന് കാണിക്കേണ്ടത്. ഓക്കെ. സോ ഫോർമറും ലേറ്ററും 1ാമത്തെ 2ാമത്തെ എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഷീ അറൈവ്ഡ് ഓൺ ദ ബസ് ആൻഡ് ഹീ കെയിം ഡാഷ്. അതായത് ഇവിടെ എന്ന് പറയുന്നത് എന്താ? അവൾ ബസ്സിലാണ് വന്നത്, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്തായിട്ടുണ്ടാവും? വൈകിട്ടുണ്ടാവും അല്ലേ, എത്താൻ വൈകിട്ടുണ്ടാവും. സോ ഇവിടെ എന്താ വേണ്ടത്? വൈകി എന്നതല്ലേ. സോ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? യെസ്, ലേറ്റർ എന്നതാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ. TTERൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, കാരണം 2ാമത്തെ എന്ന അർത്ഥത്തിലല്ല സെൻറ്റൻസിൽ ചോദിച്ചിരിക്കുന്നത്. ഷീ അറൈവ്ഡ് ഓൺ ദ ബസ് ആൻഡ് ഹീ കെയിം ലേറ്റർ. അതായത് ബസ്സിൽ വന്നതുകൊണ്ട് അവൾ വൈകി. അപ്പോൾ LATER വൈകി അല്ലെങ്കിൽ പിന്നീട് എന്നർത്ഥത്തിലും, LATTER രണ്ടാമത്തെ ആൾ എന്നർത്ഥത്തിലുമാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഈ ട്രിക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അടുത്തത് നോക്കൂ. ട്രിക്ക് നമ്പർ 4. ഹി യൂസ്ഡ് ടു ഡാഷ് ക്രിക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹി ഈസ് യൂസ്ഡ് ടു ഡാഷ് ക്രിക്കറ്റ്. കാണുമ്പോൾ ഏകദേശം ഒരുപോലെയാണുള്ളത്, പക്ഷേ ഇവിടെ ഒരു കാര്യം കയറി വന്നിട്ടുണ്ട്. സോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഒന്ന് ആൻസർ പറഞ്ഞേ. യൂസ്ഡ് ടുവിന് ശേഷം എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഒരു സെൻറ്റൻസിൽ യൂസ്ഡ് ടു കഴിഞ്ഞുടനെ ഡാഷ് ഉണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് V1 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. സോ ആൻസർ എന്ന് പറയുന്നത് പ്ലേ എന്നായിരിക്കും. ഹി യൂസ്ഡ് ടു പ്ലേ ക്രിക്കറ്റ്. ഹി യൂസ്ഡ് ടു പ്ലേ ക്രിക്കറ്റ്. ഹി യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് V1 ഫോം യൂസ് ചെയ്യുക കേട്ടോ, ബെയർ ഫോം യൂസ് ചെയ്യുക. ഹി യൂസ്ഡ് ടു പ്ലേ ക്രിക്കറ്റ്. അതായത് എസും ESും INGയും EDയും ഒന്നും ചേരാത്ത റൂട്ട് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹി യൂസ്ഡ് ടു
പ്ലേ ക്രിക്കറ്റ് എന്നതാണ് ഇവിടുത്തെ ഉത്തരം. എന്നാൽ ഇവിടെ യൂസ്ഡ് ടു കാണുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഡാഷ് കാണുന്നുണ്ട്, പക്ഷേ അതിന് മുമ്പിൽ ഒരാളുണ്ട്. അത് ആളാരാ? ഈസ് ആണ് അല്ലേ? ശ്രദ്ധിക്കുക, ഈസ്, ആമ്, ആറ്, വാസ്, വേറെ പോലുള്ളവ യൂസ്ഡ് ടുവിന് മുൻപ് തന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്തായിരിക്കണം? യെസ്, ING ആയിരിക്കണം. പ്ലേയിങ് ക്രിക്കറ്റ് എന്നാണ് വരിക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. യൂസ്ഡ് ടു എന്നൊരു യൂസേജ് കാണുന്നു, യൂസ്ഡ് ടു കാണുന്നു, അതിനുശേഷം ഒരു ഡാഷ് ഇട്ട് കഴിഞ്ഞാൽ റൂട്ട് ഫോം യൂസ് ചെയ്യുക. ഓക്കെ, ഒരു വാക്കിൻ്റെ റൂട്ട് ഫോം, ഒരു ഇതും ഇല്ലാതെ എസും ES ഒന്നും ഇല്ലാത്ത വെറും റൂട്ട് ഫോം യൂസ് ചെയ്യുക. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഹി യൂസ്ഡ് ടു പ്ലേ ക്രിക്കറ്റ് എന്നതാണ്. എന്നാൽ ഇതേ യൂസ്ഡ് ടുവിന് മുമ്പിൽ ഈസ്, ആമ്, ആറ്, വാസ്, വേറെ പോലുള്ള വാക്കുകൾ തരികയാണെങ്കിൽ INGയിലോട്ട് വേണം നിങ്ങൾ പോകാൻ. അപ്പോൾ യൂസ്ഡ് ടു കഴിഞ്ഞാൽ V1, എന്നാൽ യൂസ്ഡ് ടുവിന് മുൻപേ ഈസ്, ആമ്, ആറ്, വാസ്, വേറെ എന്നിവ തന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ING ജെറണ്ട് ഫോമിൽ വേണം യൂസ് ചെയ്യാൻ. ക്ലിയർ ആയോ? സോ ഈ ട്രിക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം PQs ആണ്, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. ഐ പ്രിഫർ, ഇത് പിന്നെ PSCയുടെ സ്ഥിരം ചോദ്യമാണ്, നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും. പ്രിഫർ എന്ന് പറയുന്ന വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഏത് പ്രപ്പോസിഷൻ യൂസ് ചെയ്യണം? പ്രിഫറിൻ്റെ കൂടെ എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യേണ്ട വാക്ക് ടു എന്നാണ്. ഐ പ്രിഫർ കോഫി ടു ടീ എന്നാണ്. അതുപോലെ നമുക്ക് പറയുമ്പോൾ വലിയ സുഖമൊന്നും കിട്ടുന്നില്ല. ഐ പ്രിഫർ കോഫി ദാൻ ടീ എന്ന് പറയുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട്, പക്ഷേ അത് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. ഐ പ്രിഫർ കോഫി ടു ടീ ആണ്. കാരണം പ്രിഫർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്കിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യാവൂ? ടു എന്നതാണ് യൂസ് ചെയ്യാവൂ. ഓക്കെ ആണല്ലോ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. രമേഷ് ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ആൻഡ് ഹി പ്രിഫേഴ്സ്, ഇവിടെയും ഒരു പ്രിഫേഴ്സ് കാണുന്നുണ്ട്, റീഡിംഗ് ടു ഡാഷ്. ഈ ചോദ്യത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ പ്രിഫർ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് പ്രപ്പോസിഷനാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ പ്രിഫർ കഴിഞ്ഞിട്ട് ടു വെച്ചു. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രമേഷ് ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഇവിടെ വേറൊരു പ്രപ്പോസിഷൻ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഗുഡിന് ശേഷം എപ്പോഴും അറ്റാണ് യൂസ് ചെയ്യുക കേട്ടോ. ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, ക്ലെവർ അറ്റ്, എക്സലൻ്റ് അറ്റ്, സ്മാർട്ട് അറ്റ്, ജീനിയസ് അറ്റ്, ഇങ്ങനെയുള്ള വാക്കുകളുടെ കൂടെയൊക്കെ അറ്റാണ് യൂസ് ചെയ്യുക. എഴുതി വെച്ച് പഠിക്കുക. ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, ക്ലെവർ അറ്റ്, സ്മാർട്ട് അറ്റ്, ജീനിയസ് അറ്റ്, ഇൻ്റലിജൻ്റ് അറ്റ്, ഇങ്ങനെയുള്ള വാക്കുകളുടെ കൂടെയൊക്കെ അറ്റാണ് യൂസ് ചെയ്യുക. ഇനി ആൻഡ് ഹി പ്രിഫേഴ്സ് റീഡിങ് ടു ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രിഫേഴ്സ് കഴിഞ്ഞിട്ട് എന്ത് കാണുന്നുണ്ട്? ING കാണുന്നില്ലേ? നോക്കൂ, ഇവിടെ പ്രിഫേഴ്സ് കഴിഞ്ഞിട്ട് ING കാണുന്നില്ലേ? അങ്ങനെ പ്രിഫേഴ്സ് കഴിഞ്ഞിട്ട് ING തന്നിട്ട് പിന്നെ ഒരു ഡാഷ് ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ING ഫോമാണ്. മനസ്സിലായോ? രമേഷ് ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ആൻഡ് ഹി പ്രിഫേഴ്സ് റീഡിങ് ടു റൈറ്റിംഗ്. അങ്ങനെ ഒരു ഉത്തരം ഫില്ല് ചെയ്ത് വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? നോർമലായിട്ട് പ്രിഫർ കഴിഞ്ഞിട്ട് ഡാഷ് ഇട്ടാൽ ടു ഫില്ല് ചെയ്യുക. എന്നാൽ ഒരു സെൻറ്റൻസിൽ പ്രിഫേഴ്സ് കഴിഞ്ഞിട്ട് ING ഫോം തന്നു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഡാഷിലും നിങ്ങൾ ING തന്നെ ഫില്ല് ചെയ്യണം. അത് അതിൻ്റെ റൂളാണ്. സോ ഇവിടെ റീഡിങ് ടു റൈറ്റിംഗ് എന്നതാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് മനസ്സിലായോ? സോ നമുക്ക് ഈ പഠിച്ച 5 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 5 സെറ്റ് 10 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? ഒന്നുകൂടെ ഒന്ന് പഠിച്ചു വരാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? കമ്പാരിറ്റീവ് ഫോമാണ്, പക്ഷേ ഒരു വ്യക്തിയുടെ 2 ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ എന്ത് യൂസ് ചെയ്യാവൂ? മോർ വരുന്ന ഓപ്ഷനെ കുത്താവൂ. ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമതിൽ പറഞ്ഞത് 2 വ്യക്തികൾ തമ്മിലുള്ള കമ്പാരിസൺ ചെയ്യുമ്പോൾ അത് നോർമൽ ആയിട്ടുള്ള കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യാം. ഓക്കെ, വുഡ് യു മൈൻഡിന് ശേഷവും ഡു യു മൈൻഡിന് ശേഷവും ഡാഷ് ഉണ്ടെങ്കിൽ എന്ത് ഉത്തരം ഫില്ല് ചെയ്യും? വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ING എന്ന് ഫില്ല് ചെയ്യും. എന്നാൽ വുഡ് യു മൈൻഡിന് ശേഷവും ഡു യു മൈൻഡിന് ശേഷവും ഡാഷിന് മുൻപേ ഒരു സബ്ജക്റ്റ് തന്നു കഴിഞ്ഞാൽ എന്ത് ഉത്തരം നിങ്ങൾ ഫില്ല് ചെയ്യും? യെസ്, പാസ്റ്റ് ഫോം വെർബിൻ്റെ V2 ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർമർ എന്നാൽ ആദ്യത്തെ, ലേറ്റർ LATTER എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾ എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സാധാ LATER ആണെങ്കിൽ പിന്നീട്, വൈകിട്ട് എന്ന അർത്ഥത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. സോ ഈ 2 ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത നമ്മൾ പറഞ്ഞത് യൂസ്ഡ് ടുവിന് കഴിഞ്ഞിട്ട് ഒരു ഡാഷ് ഉണ്ടെങ്കിൽ V1 ഫോം ഫില്ല് ചെയ്യുക, ബെയർ ഫോം ഫില്ല് ചെയ്യുക. എന്നാൽ യൂസ്ഡ് ടുവിന് മുന്നോടിയായിട്ട് ഈസ്, ആമ്, ആറ്, വാസ്, വേറെ എന്നിവ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ഫില്ല് ചെയ്യണം? ING എന്ന് ഫില്ല് ചെയ്യണം. പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രിഫർ കഴിഞ്ഞ് ഡാഷ് ഉണ്ടെങ്കിൽ ടു ഫില്ല് ചെയ്യുക. എന്നാൽ പ്രിഫർ കഴിഞ്ഞിട്ട് ING ഫോം തന്നിട്ട് പിന്നൊരു ഡാഷ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെയും എന്ത് ഫില്ല് ചെയ്യുക? ING ഫോം എന്ന് ഫില്ല് ചെയ്യുക. ക്ലിയർ ആയോ? സോ ഈ പറഞ്ഞിരിക്കുന്ന 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണല്ലോ? പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെല്ലാം PQs ആണ്. ഒരുപാട് പേര് തെറ്റിക്കുന്ന കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വരും ക്ലാസ്സുകളിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ
എടുക്കാം. അത് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനനുസരിച്ചിരിക്കും. ക്ലാസ് എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുക. കാരണം നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ആണ് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ഒരു എൻകറേജ്മെൻ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തുടരെയും ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, തുടരെ ചെയ്യാം. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. GK ആണ് ഇതുവരെയും അതിന് യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് ക്ലാസ് കൂടെ എടുക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എപ്പോഴും പറയുന്ന പോലെ പഠിക്കുക, വേറെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. പഠിക്കാനിരിക്കുന്ന സമയത്ത് നെഗറ്റീവ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും, സ്വാഭാവികമാണ്. നിങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്കുണ്ടാകും. നിങ്ങളുടെ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നങ്ങളെന്ന് കരുതിയിരിക്കരുത്. ലക്ഷ്യം കണ്ടിട്ടാണ് നിർത്താവൂ. മനസ്സിലാവുന്നുണ്ടോ? ആഗ്രഹിക്കാൻ എല്ലാവരെ കൊണ്ടും സാധിക്കും, പക്ഷേ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുവാൻ വളരെ കുറച്ച് പേരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. സോ പിന്നെ പറയുമ്പോൾ എന്താ പറയുക, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് വാക്കുകളായിരിക്കും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരിക, സ്വാഭാവികമാണ്. പക്ഷേ അതിനുള്ള മറുപടികളൊന്നും നിങ്ങളിപ്പോൾ കൊടുക്കാൻ വേണ്ടി പോകണ്ട. കാരണം ചിലർക്ക് ഉണ്ടാവില്ലേ, എനിക്കത് കേട്ട് കഴിഞ്ഞാൽ മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിന്തകളൊക്കെ തൽക്കാലം, അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റിവെക്കുക. അതിനുള്ള സമയം ഇപ്പോൾ അല്ല. ഓക്കെ, നിങ്ങളിപ്പോൾ എന്ത് മറുപടി കൊടുക്കാൻ പോയാലും അതിന് വാല്യൂ ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ ഒരു 0 ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അതിനുള്ള മറുപടി ഒന്നും കൊടുക്കേണ്ട. ഇത് കൂടെ കേട്ട് ഇത് കൂടെ വിട്ടുകളയുക. സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ഇരിക്കുക. പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ വക കാര്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ തലവേദന വരും, നെഗറ്റീവ് ആയിരിക്കും മൊത്തം, പഠിക്കാനൊരു മൂഡ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ വക കാര്യങ്ങൾക്കൊന്നും നിങ്ങളിപ്പോൾ പോകണ്ട. എല്ലാത്തിനും മറുപടി കൊടുക്കാൻ കാലം ഒരു അവസരം നിങ്ങൾക്ക് തരും. മനസ്സിലാവുന്നുണ്ടോ? സോ അതിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയം വരുവാൻ വേണ്ടിയിട്ട് അതുവരെ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നമുക്കതിനുള്ള മറുപടി കൊടുക്കാനുള്ള അവസരം വരും. ഓക്കെ, പിന്നെ ബുക്ക് തുറക്കുന്ന സമയത്ത് ഉറക്കം വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെറിയ പിള്ളേരെ പോലെ പറയണ്ട. കാരണം അതൊക്കെ സീരിയസ്നെസ് ഇല്ലാതെ പഠിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ എത്തിപ്പെടുന്ന നിമിഷങ്ങൾ, നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അച്ഛൻ അമ്മ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയ്റ്റേഴ്സിനെ കുറിച്ച് ചിന്തിക്കുക. ഹെയ്റ്റേഴ്സിൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവർക്ക് നമുക്ക് മറുപടി കൊടുക്കണ്ടേ? അതൊക്കെയല്ലേ നമ്മുടെ റിവെഞ്ച് എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങളെ നാലാളുടെ മുമ്പിൽ തളർത്തിയിട്ടും നാലാളുടെ മുമ്പിൽ നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ ഒരു തിരിച്ചടി നമ്മൾ കൊടുക്കണ്ടേ? നമ്മളല്ലാതെ വേറെ ആരാ അതിനുള്ള മറുപടി കൊടുക്കുക? ഓക്കെ, സോ റിവെഞ്ച് ആണ്. റിവെഞ്ച് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ചിലരോടുള്ള വാശിയും വൈരാഗ്യവുമാണ് നമ്മൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. പഠിക്കാനിരിക്കുന്ന സമയത്ത് പഠനമല്ലാതെ വേറെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. അവസരങ്ങൾ എന്നും നമ്മുടെ മുമ്പിൽ വരില്ല. അവസരങ്ങൾ വരുന്ന സമയത്ത് കഴിവ് മാക്സിമം കാണിക്കുക. ആദ്യം ചിലപ്പോൾ സപ്ലൈ ലിസ്റ്റിലായിരിക്കും, പിന്നെ ചിലപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഏതെങ്കിലും അവസാനമൊക്കെ ആയിരിക്കും. പക്ഷേ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മൾ ഗ്രാജുവലി നമ്മുടെ നോളേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ടേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? സോ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവ് നിങ്ങൾ ഇപ്പോൾ എടുക്കുക, ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോൾ, അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, സോ കുത്തിയിരുന്ന് പഠിച്ചോ. പെൻഡിങ് ഒന്നും വെക്കണ്ട. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. സോ എടുത്തിരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കോഡുകളൊക്കെ പറഞ്ഞു തരാറുണ്ട്, അതൊക്കെ എഴുതി വെച്ചിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. എവിടെയാണോ ഒരു മാർക്ക് പോവുക എന്നുള്ളത് നമുക്കറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നിസാരമെന്ന് കരുതുന്നിടത്തായിരിക്കും ഒരു മാർക്ക് പോവുക. സോ അതുകൊണ്ട് കീപ് സപ്പോർട്ടിങ്, നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ തുടരെയും നമുക്ക് ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും അടിച്ച് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യാം, കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.